1991 പോലും ബി ജെ പി ജയത്തിന് വളരെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 താഴെ വോട്ടിനാണ് അന്ന് ബി ജെ പിക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത്. അന്ന് മുതലേ മഞ്ചേശ്വരമാണ് ശരിക്കും ബി ജെ പിക്ക് കേരളത്തിലെ ഒരു നമ്പർ 1 മണ്ഡലം. യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ വോട്ട് കണക്ക് മുഴുവൻ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ബാബു പരാജയപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ബാർക്കോഴ വിവാദത്തിൻ്റെ എല്ലാം ഉണ്ടായിട്ട് 4500 വോട്ടിന് തോന്നും. അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കെ എൻ ഉണ്ണികൃഷ്ണനെതിരെ കഴിഞ്ഞ തവണ വൈപ്പിനിൽ പോയി മത്സരിച്ച് പരാജയപ്പെട്ടത് ഇതേ ദീപക് ജോയിയാണ്. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച 2 പേരും മണ്ഡലം മാറി മത്സരിക്കുന്ന വേറൊരു പ്രത്യേകതയും കൂടി ഇത്തവണയാണ്. താമര ചിഹ്നത്തിൽ ബി ജെ പിയുടെ ഒരു പ്രധാന സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഒരു ത്രികോണ മത്സരമായി എന്ത് നടക്കാവുന്ന ഒരു മണ്ഡലമായി മാറിയേക്കാമായിരുന്നു. മുകേഷിന്റെ വരവോടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ ബാറ്റില്ല. മൂന്നാമതൊരു തോൽവി എന്ന് പറഞ്ഞാൽ അവരെ രാഷ്ട്രീയത്തിൽ ഇനി ഒരു ചാൻസ് അവർക്ക് കിട്ടണമെന്നില്ല. കാരണം ഒരേ മണ്ഡലത്തിൽ 2 തവണ ചാൻസ് കിട്ടി. 21 മഞ്ചേശ്വരം ഏതാണ്ട് 745 വോട്ടിനാണ് സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് വോട്ടിംഗ് നന്നായി നടക്കുന്നൊരു മണ്ഡലമാണ്. കാരണം കാസർഗോഡ് മഞ്ചേശ്വരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ബി ജെ പി ജയിക്കരുത് എന്ന് കണ്ടിട്ട് ഒരു ക്രോസ് വോട്ടിംഗ് എപ്പോഴും നടക്കുന്ന മണ്ഡലമാണ്. പൊതു സ്വീകാര്യത വെച്ച് നോക്കുമ്പോഴും കടന്നപ്പള്ളിക്ക് ഏത് ഘടകകക്ഷി മന്ത്രിമാരെ കാര്യം പറഞ്ഞാൽ കടന്നപ്പള്ളിക്ക് പ്രത്യേകിച്ച് പിണറായി വിജയനും ഏറ്റവും അടുത്ത ബന്ധമുള്ള മന്ത്രിമാരിൽ ഒരാൾ. പത്മയ്ക്ക് ജയിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ടൈം ഇതാണ്. പിന്നെ ബാക്കിയൊക്കെ ഈ പറഞ്ഞ ഒരു നെക്ക് റേസ് അവിടെ വരും. കോൺഗ്രസിന് കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് എടുത്താലും ലോക്സഭയിൽ ആദ്യം ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പഴയ മുകുന്ദപുരം സീറ്റായിരുന്നു. ആ സീറ്റ് ആദ്യമായിട്ട് നഷ്ടപ്പെടുന്ന അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോഴാണ്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടന്ന വർഷമാണ് 2021. അതിലേറ്റവും കടുത്ത മത്സരം നടന്നൊരു മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ അന്ന് നജീബ് കാന്തപുരം ജയിക്കുന്നത് 38 വോട്ടുകൾക്കാണ്. അന്ന് KPM മുസ്തഫയാണ് തോൽപ്പിക്കുന്നത്. ഇത്തവണ പക്ഷേ KPM മുസ്തഫയല്ല അവിടെ മത്സരിക്കുന്നത്, ഹനീഫയാണ്. എന്നാൽ പോലും എങ്ങനെയാണ് ആ ഒരു അത്രയും ഒരു ക്ലോസ് ഫൈറ്റ് അവിടെ ഉണ്ടാവാനുണ്ടായ കാരണം? ഏതാണ്ട് ഒരു തുല്യ ശക്തികളാണ് അവിടെ CPM-ഉം ലീഗും. അങ്ങനെയാണെങ്കിൽ പോലും പെരിന്തൽമണ്ണയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ? അതായത് നമ്മൾ മലപ്പുറം നോക്കി കഴിഞ്ഞാൽ മലപ്പുറത്ത് LDFനെ സംബന്ധിച്ച് പൊന്നാനി, തവനൂര്, പെരിന്തൽമണ്ണ ഈ മണ്ഡലങ്ങളാണ്. പിന്നെ നിലമ്പൂരും അടങ്ങുന്ന ഈ ഒരു 3-4 മണ്ഡലങ്ങളാണ് ശരിക്കും LDFന് ഒരു നല്ല വോട്ട് ബാങ്ക് ഉള്ളതും അവർ ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലം. അതിൽ പെരിന്തൽമണ്ണ കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് നജീബ് കാന്തപുരം അവിടെ ഒരു പുതുമുഖമായി മത്സരിക്കാമെന്ന് താരതമ്യേന യുവ സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ മഞ്ഞളാംകുഴി അലി, മുൻ മന്ത്രിയായിരുന്ന മഞ്ഞളാംകുഴി അലി LDF വിട്ട് UDF വരികയും പഴയ 5ാം മന്ത്രി വിഭാഗത്തൊക്കെ ഉണ്ടായ ആ മന്ത്രിസ്ഥാനത്തേക്ക് വരികയും ചെയ്ത ആ 2 തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ വന്നാണ് അദ്ദേഹം മത്സരിച്ചതും ജയിച്ചതും. അങ്ങനെയാണ് അവിടെ CPM ഇന്ന് V ശശികുമാർ എന്ന മണ്ഡലം UDF പിടിച്ചെടുക്കുന്നത്. ചെറിയ മാർജിൻ, മുമ്പത്തേതിൽ കുറച്ചും കൂടെ മാർജിൻ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അവിടുന്ന് വീണ്ടും പഴയ തട്ടകമായ മങ്കടയിലേക്ക് മഞ്ഞളാംകുഴിയിൽ മാറിയപ്പോഴാണ് നജീബ് കാന്തപുരം അവിടെ വരുന്നത്. പക്ഷേ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണത്തെ പോലെ 5 വർഷം അവിടെ നന്നായി വർക്ക് ചെയ്യുകയും ജനകീയനായ ഒരു MLA ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത്തവണ നജീബ് കാന്തപുരത്തിനുണ്ട്. സോഷ്യൽ മീഡിയ, അതെ, സോഷ്യൽ മീഡിയ, പിന്നെ അവിടെ ഈ IAS കോച്ചിങ് സെൻറ്റർ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൊഫഷണലായ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ ആളുകളുടെ ഇടയിൽ കൂടുതൽ ജനകീയനായ ഒരു MLA ആണ്. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അതെ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മത്സരം ഒരു പക്ഷേ അങ്ങനെ ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് വരണം എന്നില്ല. രാഷ്ട്രീയ സാഹചര്യമാണ് അവസാനം അലയടിക്കുന്ന അടിയൊഴുക്കുകളൊക്കെ കാര്യങ്ങൾ നിർണ്ണയിക്കും. അതുപോലെ തന്നെ മലബാർ ഏരിയയിലെ ഏറ്റവും ക്ലോസ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കുറ്റ്യാടി എപ്പോഴും ഒരു ചെറിയ മാർജിനിലാണ് എപ്പോഴും സ്ഥാനാർത്ഥികൾ ജയിക്കുക. ഇത്തവണ എങ്ങനെയാണ് കുറ്റ്യാടിയിലൊരു സാഹചര്യം? കുറ്റ്യാടിയുടെ ഭാഗ്യശ്രീ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 2 തവണയും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാരോ മാർജിനിലാണ്. പാറക്കൽ അബ്ദുള്ള ജയിച്ചപ്പോഴും KP കുഞ്ഞാമൂര്. കാരണം കഴിഞ്ഞ തവണ LDF ഈ 99 സീറ്റ് നേടിയ ഘട്ടത്തിൽ ശരിക്കും കുറ്റ്യാടി പോലുള്ള മണ്ഡലത്തിലൊക്കെ LDFും വലിയ വിജയം നേടണ്ട. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ സീറ്റ് നിർണ്ണയത്തിൽ അവസാന ഘട്ടത്തിൽ കേരള കോൺഗ്രസ്, അതായത് ജോസ് കെ മാണി വർഷം LDFിലേക്ക് വരികയും അവർക്കൊരു സീറ്റ് മലബാറിൽ അനുവദിച്ചത് കുറ്റ്യാടിയായിരുന്നു. പക്ഷേ അവിടെ CPMനുള്ളിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുകയും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന നേരത്തെ പേരാമ്പ്ര 2 തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി അവസാനം എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വരികയും അവസാനം KP കുഞ്ഞാമൂട്ടി അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇലക്ഷനാണ്. പക്ഷേ പാറക്കൽ അബ്ദുള്ളയുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനു മുമ്പ് പാറക്കൽ അബ്ദുള്ള KK ലതിയെ തോൽപ്പിച്ചാണ് അവിടെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അതായത് പണ്ട് നമ്മൾ പറയുന്ന മേപ്പയൂർ മണ്ഡലം മാറി 2011 ഉണ്ടായ ഒരു മണ്ഡലമാണ് കുറ്റ്യാടി.
അപ്പോൾ ഇവരെന്ന് പറയുന്ന മത്തായി ചാക്കോയൊക്കെ ജയിക്കുകയും ചെയ്തത് LDF നല്ല ശക്തിയുള്ള കോഴിക്കോടത്തെ മണ്ഡലങ്ങളിലൊന്നാണ്. അതിലൊരു ചെറിയ ചേഞ്ച് അന്ന് ഈ മണ്ഡല പുനരീകരണം വന്നപ്പോൾ ഉണ്ടായി. അതിൻ്റെ ഒരു അനുകൂല ഘടകം പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് അന്ന് ഗുണമാണ്. പാറയ്ക്കൽ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞു. പിന്നെ അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെറിയ മാർജിനാണെങ്കിലും അന്ന് പാറയ്ക്കൽ അബ്ദുള്ള ജയിച്ചു. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ ഇതേ തിരിഞ്ഞു വരാനുള്ള കാര്യവും അല്ല, ഈ കൺഫ്യൂഷൻ ഉണ്ടാകാതെ വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല വിജയം LDF ഉണ്ടാവേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെ മുമ്പേ നമ്മൾ പെരിന്തൽമണ്ണയുടെ കാര്യം പറഞ്ഞ പോലെ മലബാറിൽ ഉണ്ടാകാവുന്ന ഒരു, അതായത് ഇപ്പോൾ LDF നമുക്കറിയാം കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് വികസനവും മറുവശത്ത് UDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രയോഗിച്ച വിജയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ CPM-ന് സമീപകാലത്തെയും സജി ചെറിയാൻ്റെ പ്രസ്താവനയും AK ബാലൻ്റെ പ്രസ്താവനയും അങ്ങനത്തെ ഒരു പ്രസ്താവനകളുടെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന മണ്ഡലങ്ങളിൽ പെടുന്നതാണ് ഈ കുറ്റ്യാടി. നല്ല ഫൈറ്റ് നടക്കാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ക്ലോസ് ഫിനിഷിലേക്ക് വന്നുകൂടാന്നില്ല. കേരളത്തിലെ മൊത്തം ശ്രദ്ധയും വരുന്ന തൃശ്ശൂർ മണ്ഡലമാണ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലം. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആലങ്കോട് ലീലാകൃഷ്ണനാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. NDA കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് പത്മജ വേണുഗോപാലാണ്. പിന്നെ രാജൻ ജെ പല്ലനാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ശരിക്കും ഒരു ത്രികോണ മത്സരം ശരിക്കും തൃശ്ശൂരുണ്ട് ഇത്തവണ. എങ്ങനെയാണ് ഇത്തവണ തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുക? കാരണം കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ അവിടെ പരാജയപ്പെടുന്നത് 946 വോട്ടിനാണ്. അതായത് 1000 താഴെ വോട്ടിൻ്റെ മാത്രം. അപ്പോൾ പത്മജ പക്ഷേ ഇപ്പോൾ കോൺഗ്രസിലല്ല, BJP-യിലാണ്. അത് എത്രത്തോളം അവർക്ക് അവിടെ സ്വാധീനം ഉണ്ടാക്കും? അതായത് തൃശ്ശൂർ മണ്ഡലത്തിന് നമ്മൾ ചരിത്രം നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ പഴയ കരുണാകരൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തട്ടകമായിരുന്നു തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. അതായത് തേറമ്പിൽ രാമകൃഷ്ണൻ എനിക്ക് തോന്നുന്നു 4 or 5 തവണ പഴയ സ്പീക്കറൊക്കെ ആയിരുന്നു തുടർച്ചയായിട്ട് ജയിച്ചു വന്നൊരു മണ്ഡലം. തേറമ്പിൽ രാമകൃഷ്ണന് ശേഷം ഈ പറഞ്ഞ പോലെ പത്മജയിലേക്ക് ആ മത്സരം വരുന്നൊരു ഘട്ടത്തിലാണ് UDF-ൻ്റെ ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിനൊരു കഴിഞ്ഞ തവണ സംഭവിച്ചൊരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നു. ഒറ്റയടിക്ക് ഏകദേശം ഒരു 20,000-ഓളം വോട്ടാണ് BJP അധികമായിട്ട് അവിടെ പിടിച്ചത്. അപ്പം UDF-ൻ്റെ വോട്ട് കുറഞ്ഞു, LDF-ൻ്റെ വോട്ട് കുറഞ്ഞു. പിന്നെ ഈ P. ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി, അതിന് മുമ്പുണ്ടായിരുന്ന സിറ്റിംഗ് MLA പഴയ മന്ത്രിയായിരുന്ന സുനിൽകുമാറിനെ പോലെ അങ്ങനെ ഇടിച്ചു കയറുന്ന ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. പക്ഷേ സുനിൽകുമാർ നല്ല ജനകീയനും എല്ലാ ആളുകളുമായിട്ട് വ്യക്തിബന്ധം സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ബാലേന്ദ്രൻ കുറച്ച് വീക്കായിരുന്നു എന്നൊരു നിരീക്ഷണം അന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാന ഘട്ടത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇങ്ങനെ വിജയിക്കുമോ എന്നൊരു ഘട്ടം വന്നപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് വോട്ടിംഗ്, ഒരു അഡ്വാൻറ്റേജ് LDF-ന് കിട്ടി. കാരണം LDF-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്, പത്മജ ജയിച്ചേക്കാൻ സാധ്യത കുറവാണ്, സുരേഷ് ഗോപി ജയിക്കരുത് എന്ന് കണ്ടിട്ട് ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ അവസാന ഘട്ടത്തിൽ ഈ പറഞ്ഞ LDF കാൻഡിഡേറ്റിന് അനുകൂലമായിട്ട് വന്നതാണ് കഴിഞ്ഞ തവണ ആ പറഞ്ഞ ചെറിയ മാർജിനിൽ ജയിക്കാനുള്ളൊരു സാഹചര്യം. ഇപ്പം നേരെ കഥ മൊത്തം മാറി. അന്ന് പത്മജ UDF ആയിരുന്നെങ്കിൽ ഇന്ന് BJP ആയി. ആ പത്മജയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായിട്ട് സുരേഷ് ഗോപി വരുന്നു. വിചിത്രമായ കാഴ്ചകളാണ്. അതിനുശേഷം സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിക്കുന്നത് ഏകദേശം 10,70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി മത്സരിക്കുന്ന ഘട്ടത്തിൽ ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം മാത്രം 14,000 വോട്ട് NDAക്ക് ലീഡ് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ഒരു NDAയുടെ ഒരു അങ്ങോട്ട് കുത്തൊഴുക്ക് കണ്ട ഒരു മണ്ഡലം. അതുകൊണ്ട് തീർത്തും എന്താ പറയുക, ഒരു ത്രികോണ പോരാട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറി എന്നുള്ളൊരു തർക്കമില്ലാത്ത കാര്യം. അവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ VS സുനിൽകുമാർ മത്സരിക്കുന്ന പോലെയോ ഒരു സ്ഥാനാർത്ഥിയല്ല ആലങ്കോട് ലീലാകൃഷ്ണൻ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പരിചയമില്ല, എഴുത്തുകാരനാണ്, ശരിയാണ്, സാംസ്കാരിക രംഗത്തും ഒക്കെ വളരെ പരിചിതമായൊരു മുഖമാണ്. അങ്ങനെ ഒരു കാൻഡിഡേറ്റ് അവിടെ വരുമ്പോൾ 2 പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥികളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ ത്രികോണ പോരാട്ടത്തിൽ ഇതെങ്ങനെ അവസാന ഘട്ടത്തിൽ ഈ അടിയൊഴുക്ക് ബാധിക്കും? കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പത്മജ ജയിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് സുരേഷ് ഗോപി മത്സരിപ്പെടുത്തുമെന്ന് പറഞ്ഞ പോലെ ഒരു ക്രോസ് വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ സംഭവിച്ചുകൂടാന്നില്ല. അതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു പോരാട്ടം. ഇതിനു മുമ്പൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേറമ്പിൽ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരേ പാറ്റേണിൽ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ച് വരുന്നത് ഇതാദ്യമായിട്ടാണ്. UDF LDF-ൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ ഒരേ സമുദായത്തിൽ നിന്നായപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാളെയാണ് UDF ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകെ അവിടുത്തെ ഒരു അന്തരീക്ഷത്തെ മൊത്തം മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ അവസാനത്തെ ഒരു അടിയൊഴുക്ക് തൃശ്ശൂരിൻ്റെ വിധി നിർണ്ണയിക്കാം. അതുപോലെ തന്നെയാണ് ഈ എഴുത്തുകാർ നിൽക്കുമ്പോൾ എപ്പോഴും, ഇപ്പോൾ സാറാ ജോസഫ് നിന്നപ്പോഴായാലും ബാക്കി അവരെത്ര കഴിവുള്ള ആൾക്കാരായാലും ഏത് പാർട്ടിക്ക് വേണ്ടി നിന്നതായാലും അവർ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പരിചിതരാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ വരാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇവിടെയും അപ്പോൾ അതൊരു ബാധകമാവില്ല. അതെ,
നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ എഴുത്തുകാർ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തൊരു ചരിത്രം കേരളത്തിലുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ പുതിയ തലമുറ സോഷ്യൽ മീഡിയ കാലത്ത് എഴുത്തുകാർ ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലും കൂടെ വളരെ സജീവമാവുകയും ആക്റ്റീവായി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എളുപ്പമാണ്. ജനങ്ങളെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം തൃശ്ശൂരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ CPIക്ക് അത്രയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നല്ല ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഇതുകൊണ്ട് അവിടെ ചെന്നൊരു തുടക്കക്കാരൻ്റെ ഒരു ഇതൊന്നും ഇല്ലാതെ കൂടെ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് വരുമ്പോൾ ഇത് ആര് 1ാം സ്ഥാനത്ത് വരാം, ആര് 3ാം സ്ഥാനത്ത് വരാം, അതായത് ഈ അവസാന ഘട്ടത്തിൽ ഇന്നയാൾ ജയിച്ചേക്കാം അല്ലെങ്കിൽ ഇന്ന രീതിയിലേക്ക് ഒരു ഇലക്ഷൻ ഷിഫ്റ്റ് ചെയ്യും എപ്പോഴും. 1, 2 അവസാനത്തെ ഘട്ടമാകുമ്പോഴത്തേന് ഇന്ന 2 പാർട്ടികൾ തമ്മിൽ ഒരു മത്സരം, നേർക്ക് മത്സരം വരിക, ഒരാൾ 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറയുന്ന ഒരു ചിത്രീകരണം അവിടെ വരും. അതാണ് ഇതിനെ മൊത്തം. അപ്പം ഇൻ കേസ് ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി 3ാമതാകുമെന്ന് കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി അത് LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ചെയ്യാം. ഇനി അതല്ല, തിരിച്ച് LDF സ്ഥാനാർത്ഥി കുറച്ച് അങ്ങനെ ജയിച്ചേക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രോസ് വോട്ടിങ് UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വരാം. പിന്നെ BJP ഞാൻ പറഞ്ഞില്ലേ, ലോക്സഭയിൽ 10-17,000 വോട്ട് നേടി അവിടെ വലിയ ലീഡും മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. പത്മയ്ക്ക് ജയിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ടൈം ഇതാണ്. പിന്നെ ബാക്കിയൊക്കെ ഈ പറഞ്ഞ ഒരു നെക്ക് റേസ് അവിടെ വരും ഉറപ്പാണ്. കോൺഗ്രസിന് കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് എടുത്താലും ലോക്സഭയിൽ ആദ്യം ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പഴയ മുകുന്ദപുരം സീറ്റായിരുന്നു. ആ സീറ്റ് ആദ്യമായിട്ട് നഷ്ടപ്പെടുന്ന അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോഴാണ്. ഈ തൃശ്ശൂർ സീറ്റും കാലങ്ങളോളം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടതും പത്മജ മത്സരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ പത്മജ മോശമായതുകൊണ്ടല്ല, പല ഘടകങ്ങൾ വർക്ക് ചെയ്തപ്പം പത്മജയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സുകാർ തന്നെ, പത്മജ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ എന്നെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അവരെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അവിടെ വന്നപ്പം പ്രചാരണ വാഹനത്തിൽ പോലും കയറ്റിയില്ല. കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവിടെ വന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് എതിർ പാളയത്തുള്ള ഗ്രൂപ്പ് പോരിൻ്റെ ഒരു കാലം അവിടെ നിന്ന്, കാരണം അതിൻ്റെ മാളെന്നുള്ള നിലയ്ക്ക് അവരവിടെ വരികയും ചെയ്തപ്പം കാലുവാരി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ കോൺഗ്രസ്സാണ് പാർട്ടി. ആ കാലുവാരിലുണ്ടായതിൻ്റെ ഒരു പ്രതിഫലനം കൊണ്ടാണ് അല്ലെങ്കിൽ 900 പോലൊരു വോട്ടൊക്കെ 500 വോട്ട് മാറിയേ ജയിക്കാവുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. കാലുവാരി എന്നുള്ള ഷുവറാണ്. അത് അവർ പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട്. പിന്നെ BJPയിലായപ്പം കോൺഗ്രസ്സുകാരിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു പിന്തുണ BJPക്കാരിയായ പത്മജയ്ക്ക് കിട്ടുമെന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. പക്ഷേ സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് വെച്ചിട്ടും സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഒരു അവസാന ഘട്ടത്തിൽ ഒരു പ്രശ്നം അവിടെ വരിക എന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ ഒരു പരിധിവരെ എത്രയൊക്കെ പറഞ്ഞാലും ക്രിസ്ത്യൻ വോട്ടിന് ഒരു പങ്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇപ്പം ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ സംഭവിക്കുന്നു പറഞ്ഞാൽ FCRA അവിടെ ഒരു വിഷയമായിട്ട് വരാവുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് BJP പ്രതീക്ഷിക്കുന്ന പോലെ പത്മയ്ക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതും ഈ ജനവിധിയിൽ വളരെ നിർണായകമായി. അടുത്തത് BJPയുടെ A ക്ലാസ് മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിലെ NDA ഓളം ഉണ്ടാകുന്നതിന് മുമ്പേ മഞ്ചേശ്വരം അവിടെ ഒരു ഹോൾഡ് ഉണ്ടാക്കിയ ആളാണ് സുരേന്ദ്രൻ. 2006 തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ BJP വളരുന്നുണ്ട്. ഈ തൊട്ടടുത്ത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചെറിയൊരു അടി ഉണ്ടെങ്കിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വളർച്ച കാണിക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. എങ്ങനെയാണ് ഇത്തവണത്തത്? കാരണം 2021 മഞ്ചേശ്വരം ഏതാണ്ട് 745 വോട്ടിനാണ് സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ അവിടുത്തെ ഒരു മത്സരം? മഞ്ചേശ്വരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞു വരുന്നു. ഇതൊന്നും അല്ലായിരുന്ന ഒരു കാലത്ത് 1991 പോലും BJP ജയത്തിന് വളരെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 താഴെ വോട്ടിനാണ് അന്ന് BJPക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത്. അന്ന് മുതലേ മഞ്ചേശ്വരമാണ് ശരിക്കും BJPക്ക് കേരളത്തിലെ ഒരു നമ്പർ 1 മണ്ഡലം. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്തഭാഷ സംഗമ ഭൂമിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഒരു നിർണായക വോട്ട് വാങ്ങിക്കുക. ഏകദേശം ഒരു 75% ആൾക്കാരും പ്രോ BJP ആയിട്ട് പൊതുവെ കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് മലയാള ഭാഷ അത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയാതെ കൊങ്കണി, തുളു, ബ്യാരി അങ്ങനത്തെ ഈ പറഞ്ഞ 8 ഭാഷകളിൽ സംസാരിക്കുന്ന ഒരു ജനതയെ അവർക്കിടയിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് ഇതിൽ സാധാരണഗതിയിൽ BJP ചെയ്തിരുന്നു പറഞ്ഞാൽ ഇതിൽ ഈ മേഖലയിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ഒരു പരീക്ഷ കുണ്ടാറിനെയൊക്കെ മത്സരിപ്പിച്ച് അങ്ങനെയാണ്, അല്ലെങ്കിൽ LDF അവിടെ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ നിർത്തും. അങ്ങനെയായിരുന്നു ഒരു പരീക്ഷ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ അതായത് ഈ K. സുരേന്ദ്രൻ മത്സരിക്കുന്നത് 4ാം തവണയാണ്, തുടർച്ചയായിട്ടല്ല 4ാം തവണയാണ് ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഒരേ സമയത്ത് കോന്നിയിലും മഞ്ചേശ്വരത്തും ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പ്രചാരണം നടത്തി മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു.
ഈ മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുമ്പേ നമ്മൾ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞാൽ ക്രോസ് വോട്ടിംഗ് നന്നായി നടക്കുന്നൊരു മണ്ഡലമാണ്. കാരണം കാസർഗോഡ് മഞ്ചേശ്വരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം BJP ജയിക്കരുത് എന്ന് കണ്ടിട്ട് ഒരു ക്രോസ് വോട്ടിംഗ് എപ്പോഴും നടക്കുന്ന മണ്ഡലമാണ്. ഈ 2006 ഒരു ഘട്ടം എടുത്താൽ അന്ന് CH കുഞ്ഞമ്പുവിലൂടെ LDF സീറ്റ് പിടിച്ചെടുത്ത, അത് മുമ്പ് സ്ഥിരമായി ലീഗിൻ്റെ ഒരു കോട്ടയായിരുന്നു. അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പഴയ അന്തരിച്ച ചെർക്കളം അബ്ദുള്ള ക്കെതിരെ ലീഗിലും കോൺഗ്രസിലും ഒരു വലിയ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ടൊരു വികാരം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ചെർക്കള അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും CH കുഞ്ഞമ്പു ജയിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ്. അന്ന് പോലും CH കുഞ്ഞമ്പു LDFനെ ജയിക്കുമ്പോൾ 2006 40,000 വോട്ടാണ്. അന്ന് 35,000 34,000 ഒക്കെ ആയിരുന്നു BJPയുടെയും ലീഗിൻ്റെ അല്ല UDFൻ്റെയും വോട്ട്. അവിടുന്ന് ഒരു ഘട്ടത്തിൽ പോലും, പിന്നെ 2006 കഴിഞ്ഞ് 20 വർഷമാകുന്നു എന്ന് പറഞ്ഞാൽ 5ാമത്തെ തെരഞ്ഞെടുപ്പാണ്, ഒരു ഘട്ടത്തിൽ പോലും അവിടെ LDFൻ്റെ വോട്ടെന്ന് പറയുന്നത് 42,000 കടന്നിട്ടില്ല. നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും നോക്കി അങ്ങനെ ഒരു സവിശേഷ സാഹചര്യം അവിടെ മാത്രമേ ഉള്ളൂ. അന്നൊരു 35,000 36,000 വോട്ടുണ്ടായിരുന്ന BJPക്കും UDFൻ്റെയും വോട്ടെന്ന് പറയുന്നത് ഏകദേശം 70,000-നടുത്തെത്തി. 65,000 അല്ലെ 56,000 65,000 ഇപ്പോൾ 65 സംതിങ് എത്തി നിൽക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ ജയസാധ്യത UDF കാൻഡിഡേറ്റിനാണെന്ന് കാണുമ്പോൾ LDFൻ വോട്ടർമാരായിട്ടുള്ളവരും BJP ജയിക്കരുതെന്ന് വെച്ചിട്ട് UDFന് വോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഈ തവണ അവിടെ ഈ സുരേന്ദ്രന് നേരിടുന്നൊരു പരീക്ഷണം. എന്ന് വെച്ചാൽ നമുക്കറിയാം കർണാടകം എന്ന് പറഞ്ഞാൽ BJPക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വോട്ടുള്ള സ്ഥലവും അവർ ഭരിച്ച സ്ഥലവും കൂടിയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്നൊരു മേഖലയാകുമ്പം അതിൻ്റെ ഒരു അഫക്റ്റ് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും. പക്ഷേ ഈ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലും പോരായ്മയല്ല, ഈ ക്രോസ് വോട്ടിംഗ് ആണ് അവരുടെ പ്രശ്നം. പിന്നെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ LDFൻ്റെ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചെന്ന് പറഞ്ഞാൽ VV രമേശ് എന്ന് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു, പഴയ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷനൊക്കെ ആയിരുന്നു. അവിടുന്ന് ഈ തവണ ജയാനന്ദയെ മത്സരിപ്പിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഈ ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വം ആയിരുന്നില്ല അവിടെ LDF ആഗ്രഹിച്ചിരുന്നതും അവിടുത്തെ പ്രാദേശികമായിട്ട് CPM ആവശ്യപ്പെട്ടതും ഷാനവാസ് വാദൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാസർഗോഡ് കാൻഡിഡേറ്റ് ആയിരിക്കുന്ന ആളുടെ പേരാണ് അവിടെ നിന്ന് 2 ഘട്ടങ്ങളിലായിട്ട് ഉയർന്നത്. അതെന്താ വെച്ചാൽ INL പോലെ അല്ലെങ്കിൽ ഈ ഷാനവാസ് വാദൂറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ V അബ്ദുറഹ്മാൻ താനൂർ പറയുന്ന പോലെ കോൺഗ്രസ് വിട്ടുപോയി. അതായത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ടേം അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് കിട്ടിയില്ല, നൽകാൻ കൂട്ടാക്കാത്ത ലീഗിന് നടപടിക്കെതിരെ പ്രതിഷേധിച്ച് പുറത്തുപോയ ഒരാളാണ്. അങ്ങനെ ആ ഒരാളെ നിർത്തി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജില്ലാ പഞ്ചായത്ത് ഭരണം LDF പിടിക്കുകയും ചെയ്ത അത്രത്തോളം സ്വാധീനമുള്ള ഒരു കാൻഡിഡേറ്റാണ് ഈ ഷാനവാസ് ബാദൂർ. അങ്ങനെ ഒരാൾ അവിടെ LDF കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ സുരേന്ദ്രന് ജയിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഇപ്പം ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വം LDF കാണുന്ന ഒരു അഡ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായിട്ട് അവരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. UDFൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ AKM അഷ്റഫ് കഴിഞ്ഞ തവണ വന്നപ്പം ഉള്ള AKM അഷ്റഫ് അല്ല ഇപ്പോൾ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ശിരൂർ അടക്കമുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് വളരെ സജീവമായിട്ട് MLA എന്നുള്ള നിലയ്ക്ക് നന്നായി പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പോലും ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സമരമുഖത്ത് നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ AKM അഷ്റഫിൻ്റെ ഒരു സ്വീകാര്യത വളരെ മണ്ഡലത്തിൽ വളരെ സജീവമാണ്. പിന്നെ അവസാന ഘട്ടത്തിൽ സംഭവിക്കാവുന്നൊരു കാര്യം SDPI വോട്ട് എവിടെ പോകും എന്ന് ചോദിച്ചു. SDPIക്ക് വോട്ടുണ്ട്, ആ വോട്ട് എവിടെ പോകും എന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്, 800 വോട്ട് 78 വോട്ട് 1000 വോട്ട് എന്നൊക്കെ പറയുമ്പം SDPIയുടെ ഒരു വോട്ടെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതൊക്കെ ഈ പറഞ്ഞ ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ അടിയൊഴുക്കിനെ ബാധിച്ച് വേണം മഞ്ചേശ്വരത്ത്. ഒരു ക്ലോസ് ഫൈറ്റാണ്, ഒരു തർക്കവും ഇല്ല, വലിയ മാർജിനിൽ ആരും ജയിക്കാൻ ചാൻസ് ഇല്ല. അടുത്തത് താനൂർ മണ്ഡലമാണ്. താനൂർ മണ്ഡലത്തിൽ V അബ്ദുറഹ്മാൻ ജയിച്ചു കയറുന്നത് ഏതാണ്ട് 985 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അന്ന് എതിർ സ്ഥാനാർത്ഥി PK ഫിറോസ് ആണ്. ഇന്ന് പക്ഷേ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്, മുഹമ്മദ് സമീറാണ് സ്ഥാനാർത്ഥി. എങ്ങനെയാണ് അന്നത്തെ ആ ഒരു സാഹചര്യം തന്നെയാണോ താനൂരിന് ഇത്തവണയും ഉണ്ടാവുക? ഈ V അബ്ദുറഹ്മാന്റെ ഒരു പ്രബല ശക്തി കൂടിയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ V അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് നമ്മൾ LDFൻ്റെ ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന ഇപ്പം KT ജലീലിനെ പോലെ അവിടെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിൽ നിന്ന് CPM കിട്ടിയ ഒരു അസറ്റാണ്. V അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ഈ പറഞ്ഞ താനൂർ ബെൽറ്റിൽ. തിരൂരാണ് ഹോം ഗ്രൗണ്ടെങ്കിലും താനൂർ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 2016 നമ്മൾ ആലോചിക്കണം, 2011 കഴിഞ്ഞ് 16 ഘട്ടം ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ലാത്തതും അന്നുണ്ടായിരുന്നതുമായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ ലീഗും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പലപ്പോഴും മലപ്പുറത്ത് നമ്മൾ കേരളത്തിൽ കാണുന്ന UDF സംവിധാനത്തിന് പുറത്ത് വേറൊരു സംഗതിയാണ്. അവിടെ ഈ സാമ്പാർ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പഞ്ചായത്തിൽ അല്ലെങ്കിൽ ചില മുനിസിപ്പാലിറ്റിയിലൊക്കെ ലീഗ് ഒരു വശത്തും CPM അല്ലെങ്കിൽ CPI കോൺഗ്രസ് എല്ലാം കൂടെ ചേർന്ന
ഒരു സഖ്യം മറുവശത്തുമായിട്ടൊക്കെ മത്സരിക്കുന്ന പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോ ഇപ്പോഴത്തെ ഇല്ലാത്തതാണ്. കുറച്ച് 5 വർഷം മുമ്പോട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അന്ന് ഈ അബ്ദുറഹ്മാൻ ജയിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ ജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട്, ഈ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് അത്യാവശ്യം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ വോട്ട് UDF സ്ഥാനാർത്ഥിയാണ് ഈ PK ഫിറോസ് എങ്കിൽ പോലും വി അബ്ദുറഹ്മാൻ അനുകൂലമായിട്ട് മറിഞ്ഞു. അങ്ങനെയാണ് വി അബ്ദുറഹ്മാൻ അവിടെ ജയിച്ചത്. അതിൽ തർക്കമില്ലാത്ത കാര്യം. 2 തവണയും വി അബ്ദുറഹ്മാൻ്റെ വിജയത്തിൽ കലാശിച്ചെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് കൃത്യമായിട്ട് വി അബ്ദുറഹ്മാൻ പഴയ കോൺഗ്രസ്സുകാരനാണ്. ആ രീതിയിൽ അതെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ അബ്ദുറഹ്മാന് ഈ തവണ താനൂർ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു വിജയ സാധ്യത പുള്ളിക്കൊരു സംശയം ആദ്യം ഘട്ടം മുതലുണ്ടായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചതും തിരൂർ മത്സരിക്കാനാണ്. LDFൽ MV ഗോവിന്ദ മാഷ ഈ പറഞ്ഞ വി അബ്ദുറഹ്മാനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങാതെ 6 ദിവസം വീട്ടിൽ തന്നെ ഇരുന്നു. ഒടുവിൽ ജന്മനാട്ടിലാണ് എനിക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് തിരൂർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടാണ് LDF തിരൂരിലേക്ക് വി അബ്ദുറഹ്മാനെ നിയോഗിക്കുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ മാറുന്ന ഒരു സാഹചര്യത്തിൽ PK സമീറും PK നവാസും തമ്മിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ ക്ലോസ് ഫൈറ്റ് അവസാനം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. കാരണം താനൂരിൻ്റെ അബ്ദുറഹ്മാൻ അല്ല ഒരിക്കലും LDFൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. അത് തന്നെയാണ് അവരുടെ ഒരു ഡിഫിക്കൽട്ടി അവിടെ. അതായത് പാർട്ടികൾ തമ്മിലുള്ള അല്ല ശരിക്കും അവിടെ വോട്ടിൽ വന്ന വ്യത്യാസം. അത് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക, കോൺഗ്രസ്സുകാരനായ ഒരാളോട് കോൺഗ്രസ്സുകാരവിടെ ഒരു പാലം വലിച്ച UDF സ്ഥാനാർത്ഥി വേറെ. പക്ഷേ നമ്മൾ അതെന്താ വെച്ചാൽ ഈ മലപ്പുറത്ത് പലപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകൾ ഒക്കെ ഈ 3 വർഷം കഴിഞ്ഞ് അല്ലെ 4 വർഷം കഴിഞ്ഞ് 1 വർഷം കോൺഗ്രസ്സിന് ലീഗിൻ്റെ അപ്രമാദിത്തമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിലൊരു ധാരണ ഉണ്ടാക്കും. 1 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ്സിന് കൊടുക്കണം. അത് അവസാന ഘട്ടം എത്തിക്കഴിയുമ്പോഴത്തേന് ഇത് പലപ്പോഴും നടക്കുകയില്ല, തിരിച്ചു നടക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരേ മുന്നണിയിൽ തന്നെ കോൺഗ്രസ് ലീഗുമായിട്ടുള്ള ബന്ധം പലയിടത്തും മുറിയുകയും ഭിന്നതകൾ രൂക്ഷമാവുകയും അങ്ങനെ ഈ 2010 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ മലപ്പുറത്ത് പല ഭാഗത്തും അരങ്ങേറിയ ഒരു സംഭവമാണ്. അന്ന് അബ്ദുറഹ്മാനെ 2 തവണ തുണച്ചതും ഈ പറയുന്ന രീതിയിലൊരു കോൺഗ്രസ് വോട്ടിൻ്റെ ഷിഫ്റ്റിംഗ് ആയിരുന്നു. അടുത്തത് തൃപ്പൂണിത്തറ മണ്ഡലമാണ്. തൃപ്പൂണിത്തറയിൽ അന്ന് ഒരു സ്വരാജ് എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയോ കാലങ്ങളായിട്ട് ബാബു ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. UDFൻ്റെ സ്വഭാവം മാത്രമുള്ളൊരു മണ്ഡലം. പക്ഷേ സ്വരാജ് വരുന്നു, വലിയ ഓളം ഉണ്ടാക്കുന്നു, ജയിക്കുന്നു. പക്ഷേ 1000 താഴെ വോട്ടുകൾക്കാണെങ്കിൽ പോലും ഭയങ്കരമായൊരു മത്സരവും കേരളം മൊത്തം നോക്കിയ ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ തൃപ്പൂണിത്തറ പറയാം. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ കൃത്യമായിട്ടൊരു BJPക്കും ഒരു സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തറ. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു മത്സര സാധ്യത? തൃപ്പൂണിത്തറ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വശത്തെ എക്കാലവും ബാബു ഉണ്ടായിരുന്നു. ബാബു കളമഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പം അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യം മാറി. ഭാഗ്യശ്രീ മുമ്പേ പറഞ്ഞ പോലെ സ്വരാജ് അവിടെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പേ ഒരു 10-30 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ LDFൻ്റെ നെടും കോട്ടയായിരുന്നു തൃപ്പൂണിത്തറ. അതുപോലൊരു കോട്ടയായിരുന്നു പറവൂര്. അവിടെ VD സതീശൻ വന്നു, അത് ഒരു UDF കോട്ടയായി മാറി. അതേപോലെ സംഭവിച്ചാണ് LDFൽ നിന്ന് UDFൻ്റെ കോട്ടയായിട്ട് ബാബുവിൻ്റെ കയ്യിലാണ് മണ്ഡലം വരുന്നത്. മന്ത്രിയായിരുന്നു ബാബു. 2016 പരാജയപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ബാർക്കോഴ ആരോപണം. യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ വോട്ട് കണക്ക് മുഴുവൻ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ബാബു പരാജയപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ബാർക്കോഴ വിവാദത്തിൻ്റെ എല്ലാം ഉണ്ടായിട്ട് 4500 വോട്ടിന് തോന്നുന്നു. അന്ന് സംഭവിച്ചതെന്നു വെച്ചാൽ അവിടെ മഹാരാജാസ് കോളേജിൽ ഒരു അധ്യാപകനായിരുന്ന ഒരു മാഷ് ആണ് അവിടെ അത്തവണ തുറവൂർ വിശ്വംഭരൻ എന്ന പേരെന്ന് എനിക്ക് തോന്നുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹം തീർത്തും അപ്രതീക്ഷിതമായിട്ട് വലിയ രീതിയിൽ അങ്ങ് വോട്ട് പിടിച്ചു. എന്ന് പറഞ്ഞാൽ ബാബുവിന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ വോട്ട് ബാങ്കിനെ അങ്ങ് പിളർത്തി മാറ്റി BJPയിലേക്ക് ആ വോട്ട് മാറി. അതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ബാബു അവിടെ പരാജയപ്പെടുന്നത്. സ്വരാജ് ജയിക്കുന്ന ഒരു സ്വരാജ് മോശം സ്ഥാനാർത്ഥിയാണെന്നുള്ളതല്ലേ നമ്മൾ സ്വരാജിൻ്റെ ഒരു എന്താ പറയുക യുവ നേതാവെന്നുള്ള ഒരു പ്രതിച്ഛായയൊക്കെ വർക്ക് ചെയ്തു. ഈ പറഞ്ഞ പോലെ 1ാം പിണറായി സർക്കാരിൻ്റെ തരംഗത്തിൽ അതും എല്ലാം കടന്നു വന്നൊരു വിഷയം. ബാർക്കോടെ നെഗറ്റീവായിട്ട് അഫക്റ്റുണ്ട്. പക്ഷേ അന്നത്തെ ആ BJP സ്ഥാനാർത്ഥിത്വമാണ് ഈ തുറവൂർ വിശ്വംഭരൻ്റെ ഒരു വരവാണ് ശരിക്കും ബാബുവിനെ പരാജയപ്പെടുന്നതെന്ന് 2021 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ നെഗറ്റീവ്സ് ഏറെക്കുറെ അതുപോലെയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ബാബു ഇലക്ഷൻ മത്സരിക്കുന്നത്. കേസ് അതിൽ നിന്ന് മുക്തനായിട്ടൊന്നുമില്ല. പക്ഷേ അന്ന് സ്വരാജിന് സംഭവിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ വലിയ രീതിയിൽ UDF ഉപയോഗിക്കുകയും BJP ഉപയോഗിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ BJP അത് പ്രതീക്ഷിച്ച പോലെ ആ രീതിയിലൊരു വോട്ട് വർധന വന്നില്ല. ബാബുവിന് ഈ പറഞ്ഞ പോലെ അത് കേസ് വരെയായി സ്വരാജ് സുപ്രീം കോടതി വരെ പോയത് നമുക്കറിയാം ഈ ശബരിമല വിഷയം ഉന്നയിച്ചുള്ളത്. ബാബു മാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ആ മണ്ഡലത്തിൽ അങ്ങനെ ഒരു നേതാവില്ല. പണ്ടൊരു കഴിഞ്ഞ തവണ 2021 അവിടെ
AB സാബു എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുകയും ബാബു മാറിക്കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം LDF പോയി ചേരുകയൊക്കെ ചെയ്തൊരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ബാബുവിന് മുമ്പ് ബാബു മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ M. ലിജുവിൻ്റെ പേരാണ് അവിടെ നിർദ്ദേശിക്കപ്പെട്ടത്. ആ ചർച്ച ചെയ്തു. പക്ഷേ അവസാന ഘട്ടത്തിൽ ബാബു നിർദ്ദേശിക്കുന്ന ഒരു പേരിനൊരു സ്വീകാര്യത ഹൈക്കമാൻഡ് കൊടുത്തു. അങ്ങനെയാണ് ഈ ദീപക് ജോയി UDF കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വരുന്നത്. ദീപക് ജോയി എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറാണ് നിലവിൽ. LDFിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിലൊക്കെ കൊച്ചി കോർപ്പറേഷൻ മേയറായിരുന്ന M. അനിൽകുമാർ വന്നേക്കും എന്നൊരു സൂചനകളെങ്കിലും വൈപ്പിന് MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മത്സരിപ്പിക്കാനായിട്ട് LDF നിയോഗിക്കും. അതൊരു സാധാരണഗതിയിൽ അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ഈ KN ഉണ്ണികൃഷ്ണനെതിരെ കഴിഞ്ഞ തവണ വൈപ്പിനിൽ പോയി മത്സരിച്ച് പരാജയപ്പെട്ടു ഇതേ ദീപക് ജോയിയാണ്. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച 2 പേരും മണ്ഡലം മാറി മത്സരിക്കുന്ന വേറൊരു പ്രത്യേകതയും കൂടി ഇത്തവണയാണ്. ഈ തൃപ്പൂണിത്തുറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJPക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വോട്ട് കൂടിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ മേഖല എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയായിരുന്നു. തൃപ്പൂണിത്തുറ നഗരസഭ ഒരു ഭരണം പിടിച്ചെടുത്തൊന്ന് ആലോചിക്കണം. അവിടെ UDF ബഹുദൂരം പിന്തള്ളപ്പെട്ട് LDF BJP എന്ന രീതിയിൽ അവസാന ഘട്ടത്തിൽ അവിടുത്തെ സീറ്റ് നില നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തൃപ്പൂണിത്തുറ നഗരസഭ മേഖലയിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും മത്സരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിലാണ് ആ സീറ്റ് 2020ക്ക് നൽകുന്നത്. അത് വലിയ BJPക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. അഞ്ജലി നായർ നടി കൂടിയ അഞ്ജലി നായരുടെ വരവോടെ T20 സ്ഥാനാർത്ഥിയായിട്ട് വരികയും ആ തുടക്കത്തിൽ BJP അത്ര അവിടുത്തെ പ്രവർത്തകർ സഹകരിക്കാതെ നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവസാനം നേതൃത്വം ഇടപെടുകയും പ്രവർത്തകർ വളരെ സജീവം. ഈ പറയുന്ന പോലെ BJPക്ക് നഗരസഭയിൽ ഭരണം കിട്ടുന്ന ഘട്ടത്തിൽ കിട്ടിയ പോലെ ഒരു വോട്ട് BJP വോട്ട് കൃത്യമായി BJPയുടെ പെട്ടിയിൽ വരുമോ അല്ലെങ്കിൽ NDAയുടെ പെട്ടിയിൽ വരുമോ എന്നൊരു ചോദ്യമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് LDFനായിരിക്കും. ഒരുപക്ഷെ BJPയുടെ ഒരു സ്റ്റാർ അതെ, കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, UDF സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞ തുറവൂർ വിശ്വംഭരം മത്സരിച്ച പോലെ ഒരു NDAക്ക് സമീപകാലത്തായിട്ട് കിട്ടിയ വോട്ട് ബാങ്ക് അവർക്ക് നിലനിർത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കിട്ടിയ പോലെ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് LDFന് വരാം. ഇപ്പോൾ ഈ KN ഉണ്ണികൃഷ്ണനും ദീപക് ജോയിയും രണ്ടുപേരും നല്ല കാൻഡിഡേറ്റ്സാണ്. ഒരേ സമുദായത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും വോട്ട് ബാങ്ക് നോക്കുമ്പം ഇത് രണ്ടും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റാണ്. മറുവശത്ത് അഞ്ജലി നായർ ഒരു കാൻഡിഡേറ്റ് അവിടെ നിൽക്കുന്നു. ഒരു നല്ല ക്ലോസ് ഫൈറ്റ് നടക്കാവുന്ന ഒരു മണ്ഡലമാണ്. അതായത് വൈപ്പിൽ നിന്ന് മാറി 2 സ്ഥാനാർത്ഥികളോട് വരുന്നു, വീണ്ടും നേർക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. തൃപ്പൂണിത്തുറ ആകെ അതിനകത്തൊരു പിഴവെന്ന് പറയുന്നത് താമര ചിഹ്നത്തിൽ BJPയുടെ ഒരു പ്രധാന സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഒരു ത്രികോണ മത്സരമായി എന്ത് നടക്കാവുന്ന ഒരു മണ്ഡലമായി മാറിയേക്കാമായിരുന്നു. അതിപ്പോൾ 2020യുടെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അത് എങ്ങനെയാകും എന്ന് കണ്ടറിയേണ്ട സംഗതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000-നും 1200-നും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയ 3 മണ്ഡലങ്ങളാണ് ചാലക്കുടി, ചവറ, റാന്നിയൊക്കെ. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? ചാലക്കുടിയുടെ മുമ്പേ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം മുകുന്ദപുരത്തെക്കുറിച്ച് പറഞ്ഞ പോലെയാണ്. കോൺഗ്രസ്സിന് ശരിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വോട്ടുകളുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ചാലക്കുടി. കോൺഗ്രസിൻ്റെ ഏറ്റവും സേഫ് സീറ്റായിട്ട് എല്ലാ തവണയും മുൻകാലങ്ങളിൽ സാവിത്രി ലക്ഷ്മണൻ അങ്ങനെ പറയുന്ന ഈ ഗ്രൂപ്പിലുള്ള പ്രമുഖരൊക്കെ മത്സരിച്ച് ജയിച്ച സീറ്റാണ്. അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ കരുണാകരൻ്റെ ഒരു കാലത്തിന് ശേഷം അല്ലെങ്കിൽ ആ കരുണാകരൻ ഇടക്കാലത്ത് പാർട്ടി വിട്ടുപോയതിന് ശേഷം ഈ തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തോടെ കോൺഗ്രസ്സിനൊരു വലിയ തിരിച്ചടി ഉണ്ടായ ഒരു കാലം അതിപ്പോഴും തുടരുന്നുണ്ട്. നേതാക്കന്മാർ തമ്മിലുള്ള തൊഴുത്തിൽ കുത്ത്, പാരവെപ്പ്, അത് ഏറ്റവും രൂക്ഷമായ ജില്ലകളിലൊന്നാണ്. അവിടെ ഈ ചാലക്കുടി മണ്ഡലത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 ഈ പറഞ്ഞ പോലെ BD ദേവസി അവിടെ LDF കാൻഡിഡേറ്റായിട്ട് വരുന്നു. വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വം. തുടർച്ചയായിട്ട് 3 തവണ BD ദേവസി അവിടെ ജയിക്കുന്നു. അതിനൊരു പ്രധാന കാരണം 2011 ഇതേപോലെ നമ്മളിപ്പോൾ കേൾക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ കാലത്തെ രാഹുൽ നോമിനിയായിട്ടൊരാൾ കൊച്ചിയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ചാലക്കുടി വന്ന് മത്സരിച്ചൊരു സീറ്റാണ്. KT ബെന്നി എന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ പേര്. ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാക്കളുമായിട്ട് യാതൊരു പരിചയവും ഒന്നുമില്ലാതെ രാഹുലിൻ്റെ നോമിനിയായിട്ട് വന്ന ഒരാൾ മത്സരിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ്സുകാർ അറഞ്ചും പുറഞ്ചും വാരാവുന്ന വാരിച്ചൊക്കെ വാരി. അന്ന് പക്ഷേ LDF ജയിച്ച ചെറിയൊരു മാർജിനിലായിരുന്നു. അന്ന് ആ സ്ഥാനാർത്ഥിന് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ UDF ജയിക്കേണ്ട ഒരു സീറ്റാണ്. പിന്നെ എന്ന് വെച്ചാൽ BD ദേവസി ഈ എന്താ പറയുക ജനസമ്പർക്കം കൊണ്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ വീട്ടിൽ നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളെല്ലാം നോക്കി അതിനെല്ലാം പരിഹാരം നിർദ്ദേശിച്ച് വളരെ ജനകീയനായി
എന്താ പറയുക, ഒരു നെഗറ്റീവ്സും പറയാത്ത രീതിയിലുള്ള ഒരു മികച്ച MLA ആയി വളർന്നു ബി ഡി ദേവസിയുടെ ഒരു ജനകീയത കൊണ്ട് ചാലക്കുടി LDFിനൊപ്പം ഉറച്ചു നിന്നൊരു മണ്ഡലമാണ് എന്ന് വേണേൽ പറയാം. CPMൻ്റെ ഒരു ഇതുകൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ തരംഗം കൊണ്ടോ ഒന്നുമല്ല, ബി ഡി ദേവസിയുടെ വ്യക്തിത്വത്തിന് കിട്ടിയ ഒരു വലിയ വോട്ടായിരുന്നു. കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് വെച്ചാൽ ബി ഡി ദേവസിയോട് മാറി. അതിൻ്റെ ഒരു കാരണം കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നു. അപ്പോൾ കേരള കോൺഗ്രസിന് മൊത്തം 13 സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അവസാനം അത് 12ആയി. അതിൽ കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടൊരു സീറ്റായിരുന്നു ചാലക്കുടി. അവർക്ക് ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസിന് അവിടെ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലായിരുന്നു. ഒരു കോൺഗ്രസ് കാരനായ ഒരാളെയാണ് കഴിഞ്ഞ തവണ ഡെന്നിസ് ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളെ അവിടെ മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇടതുപക്ഷത്തിന് കയ്യിലിരുന്ന സിറ്റിംഗ് സീറ്റാണെന്ന് ആലോചിക്കണം, ഈ കേരള കോൺഗ്രസിന് വേണ്ടി കൊടുക്കുന്ന ആ സീറ്റിൽ സനീഷ് കുമാർ ജോസഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചാണ്ടി ഉമ്മൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു നോമിനിയായിട്ടാണ് ഈ സനീഷ് കുമാർ ജോസഫ് ശരിക്കും അന്ന് അവിടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്. സനീഷ് കുമാർ ഈ പറഞ്ഞ പോലെ വളരെ ലോ പ്രൊഫൈലിൽ അങ്ങനെ ഇടിച്ചു കയറി ഒരു ഷോ ഒന്നും കാണിക്കുന്ന ഒരാളൊന്നുമല്ല. അന്ന് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വരവുണ്ടാക്കിയ ഒരു നെഗറ്റീവ് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ CPMൻ്റെ വോട്ട് അത്രയും കിട്ടിയോ എന്നുള്ള സംശയമുണ്ട്. വോട്ടിൽ പാറ്റേണിലും അതുപോലെ ഷിഫ്റ്റിംഗ് ഉണ്ടായി, ചെറിയ മാർജിനിൽ അന്ന് കടന്നുകൂടി. ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ സനീഷ് കുമാർ ജോസഫ് അവിടെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്, കണക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താ പറയുക, പ്രതിപക്ഷ MLA എന്നുള്ള നിലയ്ക്കുള്ള പെർഫോമൻസും ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ മറ്റ് പല സ്ഥാനാർത്ഥികൾ ഇപ്പം മാത്യു കുഴൽനാടെന്നോ റോജിം ജോണെന്നോ ഒക്കെ പറയുന്ന പോലെ യുവത്വമാണെങ്കിലും ഭയങ്കരമായി ഇടിച്ചു കയറുമോ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തരംഗമോ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ലോക്കൽ കണക്റ്റ് ഉണ്ട്. ഈ തവണയും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുത്തു. അവിടെ ഡെന്നിസ് ആൻ്റണി സ്ഥാനാർത്ഥിയാവുന്ന അവസാന ഘട്ടം വരെ ഉറപ്പിച്ചിരുന്നിടത്തും തീർത്തും അന്ന് സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേന്ന് രാവിലെ വരെ കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് കൗൺസിലർ രാജിവെച്ചിട്ട് പെട്ടെന്ന് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് LDF കാൻഡിഡേറ്റായിട്ട് അവിടെ വരുന്ന ഒരു കാഴ്ച ഉണ്ടായി. അത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ പോലെ അതെങ്ങനെ വർക്ക് ചെയ്യും, ആ സ്ഥാനാർത്ഥിക്ക് തലേ ദിവസം വരെ മറ്റൊരു പാർട്ടിയിൽ ആയിരുന്ന ഒരാൾ അവിടെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ശരിക്കും ഇല്ലായിരുന്നിട്ട് കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ ഒരാളെ രാജിവെപ്പിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അത് എത്രത്തോളം അവിടെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ക്രൂഷ്യൽ ഫാക്ടർ. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അത്ര ഒരു ക്ലോസ് ഫൈറ്റ് ഒക്കെ ഉണ്ടാവുമോ എന്ന് അറിയില്ല. ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ കാറ്റ് എങ്ങോട്ടാണോ ആ കാറ്റിൻ്റെ ഒരു സ്വഭാവം നല്ലപോലെ വരാം. കഴിഞ്ഞ തവണ ഈ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ CPM കാൻഡിഡേറ്റായിട്ട് ബി ഡി ദേവസ്വം 4ാം തവണ മത്സരിച്ച് ബി ഡി ദേവസ്വം ജയിച്ചു പോയെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത വേണ്ടില്ല. ഈ തവണ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ എറണാകുളം ജില്ല അല്ലെ തൃശ്ശൂരിനോട് ഈ ചാലക്കുടി എന്ന് പറയുന്ന എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് ഒരേ ഒരു MLA ഉള്ളൂ, അത് ഈ സനീഷ് കുമാർ ജോസഫാണ്. അപ്പോൾ ആ മൊത്തം ട്രെൻഡ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സനീഷ് കുമാർ ജോസഫ് കടന്നു പോകാം. അല്ല എന്ന് തിരിച്ചാണ് വരുന്നെങ്കിൽ ആ സീറ്റ് കൈമോശം വരാനുള്ള സാധ്യത UDFിനുള്ള ഒരു മണ്ഡലമാണ്. പിന്നെ രണ്ടാമത്തെ മണ്ഡലം ചവറ. കേരളത്തിൻ്റെ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ ചരിത്രത്തിൽ ബേബി ജോണിനോട് പേരിനൊപ്പം ചേർത്ത് വെക്കുന്നൊരു മണ്ഡലമാണ്. ഏകദേശം 7-8 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് RSPയുടെ ബേബി ജോൺ ജയിച്ചു വന്നൊരു മണ്ഡലം. അദ്ദേഹത്തിൻ്റെ ശേഷം മകൻ ശുഭു ബേബി ജോൺ അവിടെ ജയിക്കുന്നു. ഇടയ്ക്ക് RSP 2 ഘട്ടത്തിൽ NK പ്രേമചന്ദ്രൻ ആ സീറ്റ് LDFിന് വേണ്ടി പിടിച്ചെടുക്കുന്നു. വീണ്ടും NK പ്രേമചന്ദ്രനെ 2011 തോപ്പിച്ച് ശുഭു ബേബി ജോൺ അവിടെ വീണ്ടും ജയിച്ചു വന്ന സ്ഥലം. 2011 ശേഷം സംഭവിച്ച് 2016-21 2 തെരഞ്ഞെടുപ്പ് അവിടെ CPM ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര പരീക്ഷ നടത്തുന്ന പോലെ വിജയൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യവസായി കൂടിയായ ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരും. എന്താ വെച്ചാൽ ഈ ചവറ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബാലൻസിങ് ഒരു പുതിയ കാലത്ത് അതും ഒരു വോട്ടിനെ സ്വാധീനിച്ച് തുടങ്ങിയപ്പോൾ സംഭവിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ശിബു വിജയൻ്റെ ഒരു പ്രസ്താവനയൊക്കെ എടുത്തു വായിക്കേണ്ടതെന്ന്, അതായത് രാഷ്ട്രീയ വോട്ടിനപ്പുറം മറ്റു പല ഘടകങ്ങളും വർക്ക് ചെയ്തതാണ് ആ തോൽവിയിലേക്ക് നയിച്ചതെന്ന് പുള്ളി പറഞ്ഞൊരു അത് ഒരു പരിധിവരെ ശരി കൂടിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തരംഗത്തിൽ 6000 ചില്ലാനും വോട്ടിനാണ് ശിബു വിജയൻ പരാജയപ്പെടുകയും വിജയൻ പിള്ള ജയിക്കുകയും ചെയ്തു. വിജയൻ പിള്ളയുടെ മരണത്തിന് ശേഷം കഴിഞ്ഞ തവണ സുജിത് വിജയൻ പിള്ള ഡോക്ടർ ആയിരുന്നു, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരികയും അവിടെ മത്സരിക്കുന്നു. ഭയങ്കര ക്ലോസ് ഫൈറ്റ് നടന്ന് അവസാനം 1096 വോട്ടിന് തോറ്റുപോയി. ശിബു വിജയനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ, കാരണം 2 തവണയായിട്ട് RSPക്ക് കേരള നിയമസഭയിൽ അംഗങ്ങൾ ആരും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പാർട്ടിയുടെ പ്രസിഡൻ്റാണ് തോറ്റുപോകുന്നത് 2 തെരഞ്ഞെടുപ്പിൽ. അങ്ങനത്തെ ഒരു തിരിച്ചടിയുടെ ഒരു കാലഘട്ടം RSPയെ സംബന്ധിച്ചുണ്ട്. ഈ തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടി തന്നെ നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചവറയുടെ പ്രത്യേകത നമ്മൾ ആലോചിക്കുന്നത്, കൊല്ലം ജില്ലയിൽ പ്രേമചന്ദ്രൻ തുടർച്ചയായിട്ട് ജയിക്കുന്നു. അതും വലിയ മാർജിനിൽ 1,00,000 വോട്ടിനൊക്കെ അടുത്ത് ജയിക്കുമ്പോഴും ചവറ വലിയ ഭൂരിപക്ഷം NK പ്രേമചന്ദ്രന് സമ്മാനിക്കുന്നു. പക്ഷേ നിയമസഭ വരുമ്പോൾ
അവിടെ ഷിബു ചോദിച്ചുകൊണ്ട് ആ വോട്ട് കിട്ടുന്നില്ല. അതൊരു വിചിത്രമായ ഒരു രാഷ്ട്രീയ സമസ്യയായിട്ടാണ് നിൽക്കുന്നത്. അതെ. പിന്നെ ഈ LDFനെ സംബന്ധിച്ച് LDFിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂരാണ്. അവർക്കൊരു മൂന്നാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ ചവറയടക്കുന്ന മണ്ഡലങ്ങൾ അവരുടെ അക്കൗണ്ടിൽ വരുമെന്ന് ഒരു കണക്ക് കൂട്ടുന്ന മണ്ഡലം കൂടിയാണ്. മറിച്ചാണെങ്കിൽ UDFന് ഇപ്പം നിലവിൽ കുണ്ടറയും കരുനാഗപ്പള്ളിയും 2 സീറ്റാണ് കൊല്ലം ജില്ലയിലുള്ളത്. അതിൽ ഒരു UDFനൊരു തിരിച്ചുവരവിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് കിട്ടേണ്ട പിന്നീടുള്ള ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് ചവറയാണ്. കാരണം ചവറ കോൺഗ്രസിന് ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ സുജിത് വിജയൻപിള്ള നല്ല കാൻഡിഡേറ്റാണ്. മറ്റ് പല അടിയൊഴുക്കുകൾ എങ്ങനെ വർത്തിക്കും എന്നതും കൂടെ ആ റിസൾട്ടിന് ബാധിക്കും. മറ്റൊരു മണ്ഡലം കൊല്ലം ജില്ലയിൽ കൊല്ലം നമുക്കറിയാം. അതെ, മുകേഷ് 2 തവണ MLA ആയിട്ട് ജയിച്ചു വന്നു. അതിന് മുമ്പ് മന്ത്രിയായിരുന്ന PK ഗുരുദാസിനൊക്കെ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. കൊല്ലം ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. മുകേഷിൻ്റെ വരവോടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണ 2 തവണയായിട്ട് ആദ്യത്തെ തവണ മത്സരിക്കുന്നത് 17,000-ഓളം വോട്ടിന് പരാജയപ്പെടുന്നു. പരാജയപ്പെട്ട ബിന്ദു കൃഷ്ണ 5 വർഷം ആ മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ചു. എന്നിട്ടും അതെ, തോറ്റ MLA എന്ന് പറയാം. തന്നെയല്ല, അവർ എല്ലാ വീട്ടിലെ എന്ത് ഫംഗ്ഷനും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും വരികയും സംബന്ധിക്കുകയൊക്കെ ചെയ്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു. അതിനൊരു ചരിത്രം പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ 2016 മത്സരിച്ചപ്പം ഇതേപോലെ ആണ് കോൺഗ്രസിൻ്റെ CR മഹേഷ് ചെറിയ മാർജിനിൽ തോറ്റുപോയി. അദ്ദേഹം 5 വർഷവും മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ച് ഒരു എന്താ പറയുക പ്രതിപക്ഷ MLA എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ വർത്തിച്ചു. അതിൻ്റെ ഒരു ഗുണം 2021 CR മഹേഷിനുണ്ട്. കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു സാഹചര്യം. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ LDFിൻ്റെ അത്രയും കോട്ടയിലാണെന്ന് ജയിച്ചത്. അതേപോലെ തന്നെ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് ഡു ഓർ ഡൈ ബാറ്റില്ല. മൂന്നാമതൊരു തോൽവി എന്ന് പറഞ്ഞാൽ അവരെ രാഷ്ട്രീയത്തിൽ ഇനി ഒരു ചാൻസ് അവർക്ക് കിട്ടണമെന്നില്ല. കാരണം ഒരേ മണ്ഡലത്തിൽ 2 തവണ ചാൻസ് കിട്ടി പരാജയപ്പെട്ട ഒരാൾക്ക് മൂന്നാമതൊരു ചാൻസ് കൂടെ കൊടുക്കുകയാണ്. അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 72 വോട്ട്. അപ്പോൾ എന്താ വെച്ചാൽ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. തന്നെയല്ല, മുകേഷിന് ഇത്തവണ ഇവിടെ സീറ്റ് കൊടുക്കുന്നില്ല. നമുക്കറിയാം അതിൻ്റെ വിവാദങ്ങൾ എന്തൊക്കെയാണ്. മറുവശത്ത് CPMനെ സംബന്ധിച്ചവർക്കും ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ് S ജയമോഹൻ എന്ന് പറയുന്നത്. CITU നേതാവാണ്. കഴിഞ്ഞ തവണ ഒരു പരിധി വരെ CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നൊരു പേര് കൂടിയാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണയും S ജയമോഹനും തമ്മിലുള്ളൊരു ഫൈറ്റായിരിക്കും അവസാനം വരിക. അത് BJPക്ക് ഒരു പരിധി കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവുള്ളൊരു മണ്ഡലമാണ്. 2 പേർക്കും നിർണായകമായ പോരാട്ടമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ നല്ല മത്സരം വരും. വലിയ ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവാൻ ചാൻസും കുറവാണ്. പീരുമേട് മണ്ഡലം ഇടുക്കി, അതെ, തോട്ടം തൊഴിലാളികൾക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. ഈ പീരുമേട് മണ്ഡലത്തിന് ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായിട്ട് പറയുകയാണ് വേണമെങ്കിൽ ഒരു UDF മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ LDF ആ മണ്ഡലം പിടിച്ചെടുത്തതിന് ശേഷം ES ബിജിമോൾ എന്ന് പറഞ്ഞ CPI നേതാവ് തുടർച്ചയായിട്ട് 3 തവണ അവിടെ ജയിച്ചു. ആദ്യത്തെ തവണ ഈ പറഞ്ഞ പോലെ 5000-ഓളം വോട്ടിന് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് 2016 എത്തിക്കഴിഞ്ഞപ്പോൾ 333 വോട്ടം കണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA-മാരിൽ ഒരാളാണ് ES ബിജിമോൾ. അവർക്കവിടെ നല്ല ബന്ധങ്ങളും നല്ല സ്വാധീനം ഉണ്ടായി. 3 തവണ തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചു. ഇപ്പോൾ CPI ടേം വ്യവസ്ഥ പ്രകാരം കഴിഞ്ഞ തവണ മാറ്റിയിട്ടാണ് വാഴൂർ സോമൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. ഈ പഴയ CPIക്ക് കാലങ്ങളായിട്ട് UDF സ്വഭാവം എന്നൊക്കെ പറയാമെങ്കിലും ഈ MSCയൊക്കെ ജയിച്ചതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. പക്ഷേ CPIക്ക് നല്ല സ്വാധീനം ഈ തോട്ടം തൊഴിലാളികൾക്കിടയിലുണ്ടാക്കി. പഴയ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന CA കുര്യനൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെയാണ് വാഴൂരിൽ നിന്ന് അവിടെ പോയി കാലങ്ങളായിട്ട് തോട്ടം തൊഴിലാളികളുടെ വർക്ക് ചെയ്ത വാഴൂർ സോമൻ അവിടെ കഴിഞ്ഞ തവണ മത്സരിക്കുകയും ഈ പറഞ്ഞ പോലെ ചെറിയൊരു മാർജിനിലാണെങ്കിലും ജയിക്കുന്നത്. അത് ഒരു ഘട്ടത്തിൽ UDF വളരെ ലീഡ് ചെയ്യുകയും അവസാന ഘട്ടത്തിൽ വാഴൂർ സോമൻ ജയിച്ച് കയറുകയും ചെയ്യുന്ന കാഴ്ച കണ്ട. പകരമായിട്ട് ഈ ടേം കാലത്തിനിടയ്ക്ക് അദ്ദേഹം വിട വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഈ KS സലിംകുമാർ ആണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ ഒരു CPIയിൽ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിൽ പീരുമേട് മണ്ഡലത്തിൽ CPIക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ വാർത്തയായിട്ട് വായിച്ചിട്ടുണ്ട്. വിഭാഗീയത പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് വരികയും പലർക്കെതിരെ നടപടി വരികയും ഒക്കെ ചെയ്ത ഒരു പ്രശ്നമാണ്. അത് CPIയിൽ അവിടെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സ്ഥാനാർത്ഥി അവിടെ വരുന്നു. ഈ പറഞ്ഞ പോലെ തോട്ടം തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഇടുക്കി പാലക്കാടൊക്കെ പോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളടക്കം വലിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന മേഖലകളിലൊന്നും കൂടാണ്. ഇനി മറുവശത്ത് UDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ട സിറിയക് തോമസ് 3-ാം തവണ മത്സരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ബിന്ദു കൃഷ്ണയുടെ കാര്യം നമ്മൾ കൊല്ലത്ത് പറയുന്ന പോലെ 3-ാം തവണ ഒരാൾ മത്സരിക്കുമ്പോൾ ഇനി അയാൾക്കൊരു ചാൻസ് ഇല്ല. അപ്പോൾ ഒരു ചെറിയ സഹതാപം കിട്ടുമെന്നുള്ള ചോദ്യം ഒരു വശത്ത് വരികയും ചെയ്യും. ഇതുപോലെ നല്ല മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ
ഒരു തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യൻ ബെൽറ്റ് എൻ ബ്ലോക്കായിട്ട് യു ഡി എഫിലേക്ക് പോയ ഒരു ഘട്ടമാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ യു ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് പീരുമേട്. അല്ല, ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഫൈറ്റ്, ഒരു എന്താ പറയുക, സംസ്ഥാനത്ത് മൊത്തം ഒരു ഏറ്റവും വാശിയേറിയ ഒരു മത്സരം വരികയും കടുകെട്ടിയായിട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ വളരെ നാരോ മാർജിനിൽ ആരെങ്കിലും ജയിക്കുന്ന ഒരു സാഹചര്യം വരാം. മലബാറിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂര് കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നത് 1745 വോട്ടിനാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ണൂരത്തെ ഒരു സാഹചര്യം? ഈ കണ്ണൂര് മണ്ഡലം എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണൂർ ജില്ല എടുത്തു കഴിഞ്ഞാൽ സമീപകാലത്ത് നമ്മളെപ്പോഴും പറയുന്നത് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലം പേരാവൂരും ഇരിക്കൂർ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ പേരാവൂരിനേക്കാളും മുമ്പ് കോൺഗ്രസിൻ്റെ ഒന്നാം മണ്ഡലമായിട്ട് മുൻകാലങ്ങളിൽ ഇരിക്കൂറിനൊപ്പം പരിഗണിച്ചിരുന്ന പേരാണ് കണ്ണൂർ. കണ്ണൂർ കെ സുധാകരൻ 4 തവണയും കണ്ട് ജയിച്ചു, മന്ത്രിയായത് അവിടെ നിന്നാണ്. LDF നിന്ന് വന്ന അബ്ദുള്ളക്കുട്ടി ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു, വീണ്ടും ഇതേ കടന്നപ്പള്ളിയെ തോൽപ്പിച്ച് അവിടെ MLA ആയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ UDF ഭരിക്കുന്നു. അതായത് LDFന് വലിയ വിജയമുണ്ടായി, 5 കോർപ്പറേഷൻ അവിടെ ഇരുന്നപ്പോൾ പോലും ഒരു കോർപ്പറേഷൻ UDFന് കിട്ടിയത് കണ്ണൂരായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരൊരു നിലനിർത്തുന്ന കാഴ്ചയുണ്ടായി. കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് ലീഗിന് നല്ല വോട്ട് ബേസ് ഉള്ള ഒരു സ്ഥലം കൂടാണ്. അപ്പം ഈ കണ്ണൂർ കോൺസ്റ്റിറ്റ്യുവൻസി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണ 2 തവണ സതീശൻ പാച്ചേനി മത്സരിച്ചു. അദ്ദേഹം ഈ കഴിഞ്ഞ കാലത്തിനിടയിലാണ് മരിക്കുന്നത്. സതീശൻ പാച്ചേനി A ഗ്രൂപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു റൈറ്റ് ഹാൻഡായിട്ട് കണ്ണൂരുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം സതീശൻ പാച്ചേനി മത്സരിച്ച സമയത്ത് ചില അടിയൊഴുക്കുകൾ സംഭവിച്ചു. പിന്നീട് രണ്ടാമത് സതീശൻ പാച്ചേനിക്ക് അവിടെ സീറ്റ് കിട്ടാനായിട്ട് കെ സുധാകരൻ അന്ന് വെച്ചിരുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം I ഗ്രൂപ്പിൽ ചേരണം എന്ന് പറഞ്ഞാൽ I ഗ്രൂപ്പുകാരനായ സതീശൻ പാച്ചേനി അവിടെ മത്സരിച്ചു. 2 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു. അത് ഈ 2 തെരഞ്ഞെടുപ്പിലും ചെറിയ മാർജിനിലാണ് തോറ്റുപോകുന്നത്. അതിലൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന SDPI വോട്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും സതീശൻ പാച്ചേനി പരാജയപ്പെടുമ്പം സതീശൻ പാച്ചേനിക്കും തോൽപ്പിക്കുന്ന കടന്നപ്പള്ളിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് 2 തെരഞ്ഞെടുപ്പിൽ SDPIക്ക് അവിടെ കിട്ടി. ഇന്നത്തെ ദിവസം കടന്നപ്പള്ളി രാമചന്ദ്രൻ SDPIയുടെ വോട്ട് ഞാൻ സ്വീകരിക്കുന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, SDPI വോട്ട് 2500 വോട്ടേ ഉള്ളൂ. പക്ഷേ ആ 2500 വോട്ട് 2 തവണയും കടന്നപ്പള്ളിക്ക് തുണയായി എന്നുള്ളതാണ്. ആ ഒരു വോട്ട് ഒരു പക്ഷേ അതിൻ്റെ ഒരു പകുതി കൂടുതലും UDFിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വോട്ടാണ്. കണ്ണൂരാണ് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഈ മുസ്ലിം ബെൽറ്റ് കൂടെ ഉള്ള ഒരു മേഖലയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുമ്പം അവിടെ ഒരു ഡ്രോബാക്ക് കോൺഗ്രസ് പറയുന്നത്, കെ സുധാകരൻ ആഗ്രഹിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നില്ല TO മോഹനൻ. അവിടെ റിജിൽ മാക്കുറ്റിയുടെ പേര് കെ സുധാകരൻ ഒരു ഘട്ടത്തിൽ ശുപാർശ ചെയ്തു, പക്ഷേ അത് നിരസിക്കപ്പെട്ടു. TO മോഹൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ ടൈം അവിടെ മേയറായിരുന്ന ഒരാളാണ്. അപ്പം ആ രീതിയിൽ ആളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ LDF കാൻഡിഡേറ്റ് കടന്നപ്പള്ളിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല, മന്ത്രിയായിരുന്നു. മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വളരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പൊതു സ്വീകാര്യത വെച്ച് നോക്കുമ്പോഴും കടന്നപ്പള്ളിക്ക് നെഗറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ നമ്മൾ കേരളത്തിൽ മൊത്തം എടുത്ത് നോക്കിയാലും ഏത് ഘടകകക്ഷി മന്ത്രിമാരെ കാര്യം പറഞ്ഞ പോലെ കടന്നപ്പള്ളിക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയനും ഏറ്റവും അടുത്ത ബന്ധമുള്ള മന്ത്രിമാരിൽ ഒരാൾ, ഈ സ്വന്തം പാർട്ടിക്കാരനെ പോലെയാണ് കടന്നപ്പള്ളിയെ അവർ കരുതുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് S എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു മന്ത്രിയെ പോലെയാണ് ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ കണക്കൂട്ടുന്നത്. അപ്പം CPM ഏറ്റവും ശക്തിയായി വർക്ക് ചെയ്യുന്ന മണ്ഡലങ്ങളിലൊന്ന് കണ്ണൂരാണ്. ഇപ്പം കണ്ണൂർ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ UDF പിടിച്ചെടുക്കുകയാണെങ്കിൽ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മണ്ഡലം കണ്ണൂരാണ്. കാരണം അവർക്ക് പിടിച്ചെടുക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്. പൊതുവിലുള്ള ട്രെൻഡ് എങ്ങനെ വരുമോ അതിനനുസരിച്ചിട്ട് ചിലപ്പം കഴിഞ്ഞ 2 തവണ നേരിയ മാർജിനിൽ സതീശൻ പാച്ചേനി പരാജയപ്പെടുത്തി TO മോഹൻ വിജയിക്കാം. ഇനി അതല്ല, മൊത്തത്തിലെ ട്രെൻഡ് മറിച്ചാണെങ്കിൽ കടന്നപ്പള്ളി ഒരു ഹാട്രിക്ക് അവിടെ അടിക്കാം. അങ്ങനെ LDF ഭരണം വരികയാണ്, വീണ്ടും ഒരു മന്ത്രി കൂടിയാണെന്ന് ഉറപ്പിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ വോട്ടിനെ ബാധിക്കാം. ഇങ്ങനത്തെ സാഹചര്യം കണ്ണൂരുണ്ട്. BJPക്ക് പിന്നെ വലിയ കാര്യമായ വലിയ വോട്ട് ബേസ് ഉള്ള മണ്ഡലമല്ല. ഈ റാന്നി മണ്ഡലം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രികോണ പോരാട്ടമായതുകൊണ്ടല്ല, ശബരിമല ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് റാന്നി. എന്തുകൊണ്ടും ഈ ശബരിമല വിവാദം, അതിനുശേഷം വന്ന സ്വർണ്ണക്കൊള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും എഫക്റ്റ് ചെയ്യാവുന്നൊരു മണ്ഡലമാണ്. അവിടെ BJP സ്ഥാനാർത്ഥി ഇല്ലാതെ 2020 ഒരു കാൻഡിഡേറ്റ് അവിടെ വരുന്നു. ബിജു പൗലോസ് എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തോട് ആദ്യത്തെ ദിവസം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള ഇവിടെ ഒരു വിഷയമേ അല്ല എന്നൊരു പ്രതികരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഒരു BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രശ്നമേ അല്ല എന്ന് ശബരിമല ഉൾപ്പെടുന്ന സ്ഥലത്തെ ഒരു സ്ഥാനാർത്ഥി പറയുന്ന സാഹചര്യവും അത് BJP നേതാക്കൾക്ക് തിരുത്തേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ടായൊരു മണ്ഡലമാണ്. റാന്നിയുടെ ഒരു പൊതു
സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലം എന്ന് പറയാം. പക്ഷേ ജയിക്കുന്നത് LDF ആണ്. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജു എബ്രഹാം എന്ന് പറയുന്ന ഇപ്പോഴവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ജനകീയ നേതാക്കളുള്ള ഒരാളാണ്. രാജു എബ്രഹാം തുടർച്ചയായിട്ട് 4 തവണ ഇവിടെ ജയിച്ചു. അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഫിലിപ്പോസ് തോമസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2 3 ടൈം എതിരാളിയാണ്. ഏകദേശം ഒരേ വോട്ട്, ഒരു 5000-ൻ്റെ ആ റേഞ്ച് മുതൽ 7000 ആ റേഞ്ചിലാണ് തുടർച്ചയായിട്ട് എല്ലാം ജയിച്ചത്. ആ ഫിലിപ്പോസ് തോമസ് പിന്നീട് LDFിൽ പോകുന്ന കാഴ്ച നമ്മളുണ്ടായി. ഈ രാജു എബ്രഹാം അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു വോട്ട് ബേസ് ഉണ്ട്. ആ വോട്ട് ബേസും പിന്നെ കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് LDFിനും UDFിനും ഒക്കെ കൂടിയെങ്കിൽ LDFിൻ്റെയും ഈ വോട്ട് കുറയും, UDFിൻ്റെ വോട്ട് കുറയുകയും ചെയ്തൊരു മണ്ഡലമാണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. UDFിന് ഏകദേശം 7000-ഓളം വോട്ട് കുറഞ്ഞു, LDFിന് ഏകദേശം 6000-ഓളം വോട്ട് കുറഞ്ഞു. എന്നാൽ BJPക്ക് വോട്ട് കൂടിയെന്ന് വെച്ചാൽ അതുമില്ല, അവർക്ക് 9000-ഓളം വോട്ട് കുറഞ്ഞു. അങ്ങനെ ഒരു വിചിത്രമായ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ BDJS 2016 മത്സരിക്കുമ്പോൾ 28000 വോട്ട് കിട്ടിയെടുത്തുനിന്ന് കഴിഞ്ഞ തവണ BDJS അവിടെ മത്സരിക്കുമ്പോൾ 19000 വോട്ടേ കിട്ടിയുള്ളൂ. ഏകദേശം 9000-ഓളം വോട്ട് കുറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2020-യുടെ ഒരു കാൻഡിഡേറ്റ് അവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ ആ വോട്ട് ഇനി കുറയുമോ അതോ കൂടുമോ എന്നൊരു വലിയ ചോദ്യമാണ് നിൽക്കുന്നത്. പ്രമോദ് നാരായണൻ്റെ എതിരാളിയായിട്ട് സിറ്റിംഗ് MLA ആണ്. പ്രമോദ് നാരായണൻ അവിടെ കാൻഡിഡേറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതൊരു CPM കേരള കോൺഗ്രസ്സിന് സമ്മാനിച്ചൊരു സ്ഥാനാർത്ഥി പോലെയാണ്. ബേസിക്കലി കേരള കോൺഗ്രസ്സുകാരനൊന്നും ആയിരുന്നില്ല പ്രമോദ് നാരായണൻ. ചെറിയൊരു മാർജിനിൽ അന്ന് ശരിക്കും പറഞ്ഞ താരതമ്യേന പുതുമുഖമായി വന്ന് ഒരു അങ്ങനെ അറിയപ്പെടാത്ത ഒരാളായിരുന്നു. പക്ഷേ 5 വർഷം അവിടെ നിന്ന് വർക്ക് ചെയ്തൊരു MLA ആണ്. ആ രീതിയിൽ പ്രമോദ് നാരായണൻ അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറുവശത്ത് കോൺഗ്രസ് സ്ഥിരമായി ഒരു മർത്തോമ സമുദായത്തിൽ നിന്ന് ഒരാൾ മത്സരിപ്പിക്കുന്ന ഒരു സീറ്റായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത്. ഇപ്പോൾ റിങ്കു ചെറിയാൻ, അതിനു മുമ്പ് മറിയാമ്മ ചെറിയാൻ, അതിനു മുമ്പ് ഫിലിപ്പോസ് തോമസ്, അങ്ങനെ തുടർച്ചയായിട്ട് മത്സരിച്ചു വന്നത്. ഈ തവണ അവിടെ കോൺഗ്രസ് അത് മൊത്തം ഇക്വേഷൻ മാറ്റിയിട്ട് പഴകുളം മധു എന്ന് പറയുന്നൊരു കാൻഡിഡേറ്റ് അവിടെ വരുന്നത്. അത് KC വേണുഗോപാലിൻ്റെ ഒരു നോമിനിയായിട്ടാണ് പാർട്ടിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പറയുന്ന ഇക്വേഷൻ മൊത്തം കോൺഗ്രസ് അവിടെ പൊളിക്കുകയാണ്. പറയുമ്പം 2 ക്രിസ്ത്യാനികൾ, BJP ഒരു NDA ഒരു ക്രിസ്ത്യാനി കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കുന്നു, മറുവശത്ത് 2 ഒരേ സമുദായത്തിൽ നിന്നുള്ള 2 പേര് മത്സരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തം അവിടുത്തെ ഒരു രാഷ്ട്രീയത്തെ മൊത്തം ഇത് അഴിച്ചു പണിതിട്ടുണ്ട്. അവിടെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10000-ഓളം വോട്ട് UDFിന് ലീഡ് സമ്മാനിച്ചതാണ്. അതായത് പറഞ്ഞ ഒരു UDF സ്വഭാവം മണ്ഡലത്തിനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ റാന്നിയുടെ അങ്ങേ ചെരുവ് ശബരിമല ആ ഇറങ്ങുന്ന ബെൽറ്റിൽ LDFിന് നല്ല പോക്കറ്റുകളുള്ള സ്ഥലമാണ്. നല്ല മത്സരം അവിടെ വരും. പ്രമോദ് നാരായണന് ഈ 5 വർഷം കൊണ്ട് നടത്തിയ വികസനവും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയും മറികടക്കാൻ പഴകുളം മധുവിന് കഴിയുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത 10 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും ക്ലോസായ മത്സരം ഈ തവണയും നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. കാരണം BJPയുടെ വോട്ട് എവിടെ പോയി അല്ലെങ്കിൽ വോട്ട് കൂടുമോ എന്നുള്ളത് ഈ അവിടുത്തെ ജനവിധിയെ നന്നായി ബാധിച്ചു. BJP ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ അതിന് പറ്റുന്നൊരു കാൻഡിഡേറ്റ് ആണോ അവിടെ പ്രസൻറ്റ് ചെയ്ത്? എന്തുകൊണ്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയില്ല? അല്ലെ BDS 2 തവണയായിട്ട് അത്രയും വോട്ട് സ്വരൂപിച്ചൊരു മണ്ഡലമാണ്. അവിടെ ഇങ്ങനെ 2020-യുടെ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആ രീതി വോട്ട് വരുമോ? ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാൾ അവിടെ ആ മണ്ഡലത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ പറയാവുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുവശത്തുള്ള ഒരേ സമുദായത്തിൽ 2 പേര് മത്സരിക്കുമ്പോൾ പക്ഷേ ഈ FCRA അടക്കമുള്ള വിഷയങ്ങൾ വരികയും പല കാരണങ്ങൾ കൊണ്ടും ഒരു ക്രിസ്ത്യൻ ബെൽറ്റിൽ ഒരു BJPക്ക് അത്ര ഒരു നല്ല അന്തരീക്ഷം അല്ലാത്തൊരു സ്ഥലത്ത് റാന്നി പോലൊരു മണ്ഡലത്തിൽ പ്ലേസ് ചെയ്യേണ്ട കാൻഡിഡേറ്റ് ആയിരുന്നോ എന്നൊരു ചോദ്യം പല നിരീക്ഷകരും ഉന്നയിച്ച് നമ്മൾ കണ്ടു. അത് ഈ പറഞ്ഞ പോലെ ആ വോട്ട് എങ്ങനെ വരും, ആ വോട്ട് കൂടുമോ കുറയുമോ, അത് ആരുടെ കയ്യിൽ നിന്ന് പോകാം എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ. നല്ല മത്സരമായിരിക്കും. എന്താ പറയുക, നെക്ക് ആൻഡ് നെക്ക് റേസ്, ആര് കടന്നു കൂടും നമുക്ക് അങ്ങനെയൊന്നും ഒരു ഇത് പറയാൻ പറ്റില്ല. 2021 2000-ൽ താഴെ വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഈ പല കാരണങ്ങളാണ് അത്തരം വോട്ട് കുറയാനും കൂടാനും ഒക്കെയുള്ള സ്വാധീനിക്കാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഇത്തവണയും അതൊക്കെ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ പുതിയ ചരിത്രമാണോ അവിടെ രചിക്കപ്പെടുക എന്ന് കാത്തിരിക്കാം.